പൂരങ്ങളുടെ പൂരത്തിന്റെ ആരവം ഉയരുകയായി. പൂരവിളംബരമായി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട ഇന്ന് തുറക്കും. പകൽ 11:30 നെയ്തലക്കാവ് വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറക്കുന്നതോടെയാണ് പൂരവിളംബരമാകുന്നത്. പൂരവിളംബരത്തിന് നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടു. നാളെയാണ് തൃശൂർ പൂരം. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്, ഇനി പൂരവിളംബരത്തിന് അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. എറണാകുളം ശിവകുമാർ നട തള്ളി തുറക്കുന്നതോടുകൂടി പൂരവിളംബരമാകുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു ചടങ്ങുകൾ? വലിയ തിരക്ക് ഇന്ന് തന്നെയുണ്ട് തൃശൂർ പൂരനഗരിയിൽ. അന്നാ, തീർച്ചയായിട്ടും വലിയ തിരക്കാണ് ഇന്ന് തന്നെ. തൃശ്ശൂർ പൂരത്തിന് വിളംബരം കൂടുന്ന ഇന്ന് തന്നെ വലിയ തിരക്കാണ്. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടിനും സമാനമായ തിരക്കുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് ഈ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ അല്പസമയത്തിനകം തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് പുറത്തേക്ക് എത്തും. അതോടുകൂടി പൂരവിളംബരത്തിൽ തുടക്കമാവുകയാണ്. രാവിലെ 8 മണിയോട് കൂടിയിട്ട് നെയ്തലക്കാവിൽ നിന്നും നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമേറ്റിക്കൊണ്ട് ആന പുറപ്പെട്ടിരുന്നു. ഏതാണ്ട് അല്പസമയം മുമ്പാണ് പാറമേക്കാവിന് മുൻവശത്തു കൂടെ വന്ന് ഈ പൂരപ്പറമ്പിലൂടെ പ്രവേശിച്ച് പാണ്ഡ്യമേള അകമ്പടിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഈ തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ തിരക്കാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഒരു പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ, അല്ലെങ്കിൽ ഒരു പൂരപ്രേമികൾ ഒരു ഒഴുകിയെത്തിയതോട് കൂടിയിട്ട് ഈ പൂരത്തലേന്ന് തന്നെ നമുക്ക് ചുറ്റും കാണുന്നത് വലിയ ആൾക്കൂട്ടമാണ്. പതിവില്ലാത്തതാണെന്ന് പതിവുകാർ പറയുന്നു. കാരണം നാളെ ഈ സമയത്ത് കാണേണ്ട തിരക്ക് എത്തി തുടങ്ങുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം എത്തുന്നത് ഇത്ര പതിവില്ലാത്തൊരു കാര്യമാണെന്ന് പറയുന്നു. എന്തായാലും പൂരം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്തവണത്തെ പൂരം ഗംഭീരമാകും എന്ന കാര്യത്തിനകത്ത് തർക്കമില്ല. കാരണം അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ തയ്യാറെടുപ്പുകളുടെ ഉറപ്പിൻമേൽ തന്നെയാണ് പൂരം ആസ്വദിക്കാൻ ഇവിടേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്യുന്നത്. അന്ന, അതെ ശരത്, നാളെ രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങും. 11:30 ബ്രഹ്മസ്വ മഠത്തിന് മുമ്പിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, അങ്ങനെ നീളുന്നു നാളത്തെ പൂര ചടങ്ങുകൾ. അങ്ങനെയാണ് ഇന്ന് ഈ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ പൂരവിളംബരം നടത്തുന്നതിന് ശേഷമുള്ള ചടങ്ങുകൾ എങ്ങനെയാണ്? വിളംബരത്തിന് ഇനി എത്ര സമയം പ്രതീക്ഷിക്കണം? അന്ന, നാളെ 7:30 മണിക്കല്ല ഘടകപൂരങ്ങൾ ആരംഭിക്കുക. രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ആദ്യം കണിമംഗലം ശാസ്താവാണ് വരുന്നത്. കണിമംഗലം ശാസ്താവിനെ സംബന്ധിച്ച് കണിമംഗലം ശാസ്താവ് മഞ്ഞും മഴയും വെയിലും കൊള്ളാതെ വേണം അദ്ദേഹത്തിന് എത്താൻ എന്നാണ് സങ്കല്പം. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ 5 മണിക്ക് തന്നെ കണിമംഗലം ശാസ്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. അതിനുശേഷം ചെമ്പുക്കാവ് ഭഗവതി വരും. ഇങ്ങനെ ക്രമത്തിലാണ് വരുന്നത്. ഇനിയിപ്പോൾ പൂരവിളംബരത്തിന് വേണ്ടിയിട്ട് തെക്കേ ഗോപുരനട തുറന്നതിന് ശേഷം നിലപാട് തറയിലെത്തി നിലപാട് പറയുന്നതോടുകൂടി പൂരവിളംബരത്തിന് തുടക്കമാകും എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ള ചടങ്ങുകൾ നാളെയാണ് ആരംഭിക്കുന്നത്. നാളെയാണ് ഈ പറയുന്ന കണിമംഗലം ശാസ്താവാണ് ആദ്യം, ഘടകപൂരം എന്ന രീതിയിൽ കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുക. രാവിലെ 5 മണിക്കാണ് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ്. അന്ന, അതെ ശരത്, ഇത്തവണ ഒരുപാട് ആളുകൾ, ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് പൂരമെങ്കിലും ഇന്ന് തന്നെ പൂരത്തിൻ്റെ തിരക്ക് അങ്ങനെയുണ്ട് എന്നുള്ളത് പതിവില്ലാത്ത രീതിയാണ് എന്ന് സ്ഥിരം വരുന്ന പതിവുകാർ പറയുന്നു. ഇന്ന് അത്രയും തിരക്കുണ്ട് എന്ന്. ഏതാണ്ട് 18 ലക്ഷത്തോളം ആളുകൾ ഇത്തവണ എത്തും എന്ന പ്രതീക്ഷ ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. വനിതകൾ ഉൾപ്പെടെ 4000 പോലീസുകാർ. സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ചരിത്രത്തിലില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ റെക്കോർഡ് എണ്ണം ആളുകൾ ഇത്തവണ പൂരം ആസ്വദിക്കാൻ എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദേവസ്വം ബോർഡുകളുടെയും കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. 20 ലക്ഷം ആളുകളെയാണ് ഇത്തവണത്തെ പൂരത്തിന് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പുള്ളത് 2023 റെക്കോർഡ് എന്ന് പറയുന്നത്. 18 ലക്ഷം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് അന്നത്തെ കണക്ക്. അതിനെ മറികടക്കുന്ന രീതിയിൽ 20 ലക്ഷം ആളുകൾ ഇത്തവണത്തെ പൂരം ആസ്വദിക്കാൻ എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനകത്ത് വനിതാ പോലീസ് ജീവനക്കാരുമുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ മാത്രമല്ല, പൂരം കാണാനെത്തുന്നവരുടെ സൗകര്യം കൂടി വർദ്ധിപ്പിക്കാനാണെന്ന് മന്ത്രി VN വാസവൻ അവലോകന യോഗത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പരിചയസമ്പന്നരായിട്ടുള്ള, പൂരം കണ്ടും നടത്തിയും പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ പൂരം നടത്തിപ്പിന് വേണ്ടി വിന്യസിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പൂരപ്രേമികളുടെ, തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് പ്രേമികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു, വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു, സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട്
ഒരുക്കിയിട്ടുണ്ട് വെടിക്കെട്ട് കാണാനുള്ള അവസരം എന്നത്. ഇത്തവണ അത് സാധ്യമാകുന്ന രീതിയിലാണ് ആ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ പകൽ പൂരത്തിന് ശേഷം വെടിക്കെട്ടിന് വേണ്ടി ഈ രാത്രി പൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വരാജ് റൗണ്ടിനകത്ത്. ഇത്തവണ അതിൽ പൂരത്തിനകത്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പൂരം പോയതിനു ശേഷം, രാത്രി പൂരത്തിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് പൂരങ്ങൾ പോയതിനു ശേഷം മാത്രമായിരിക്കും ബാരിക്കേഡുകൾ വെച്ചിട്ട് വെടിമരുന്ന് നിറയ്ക്കുന്നതിന് വേണ്ടി ബാരിക്കേഡ് വെച്ച് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. അതായത് പൂരം കാണാനെത്തുന്ന കാഴ്ചക്കാരനെ സംബന്ധിച്ച് അവൻ പൂരത്തിൻ്റെ ഓരോ അണുവും ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടേക്ക് എത്തുന്ന ജനപങ്കാളിത്തം എന്ന് പറയുന്നത്. സാമ്പിൾ വെടിക്കെട്ടിനാണെങ്കിലും പൂരവിളംബര ദിവസമായ ഇന്നാണെങ്കിലും വലിയ ആൾക്കൂട്ടമാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 10 ആളുകളെ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തള്ളിത്തുറന്നുകൊണ്ട് ഈ പറയുന്ന പൂരവിളംബരത്തിൻ്റെ നെയ്തലക്കാവമ്മയുമായി ഇറങ്ങും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തെക്കേ ഗോപുരനട തുറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന, അതെ, ശരത് പറഞ്ഞതുപോലെ വലിയ തിരക്ക് ഇപ്പോൾ തന്നെയുണ്ട്, ഇന്ന് തന്നെയുണ്ട്. നാളത്തെ പൂരം ഇന്നേ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയൊക്കെ എപ്പോഴാണ്? അത് വൈകിട്ടാണ് എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇതിനുശേഷമാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന. അതായത് തേക്കിൻകാട് ഇനി ഒരു ആനപ്പറമ്പായി മാറും കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് വേണ്ടി അണിനിരക്കുന്ന ഗജവീരന്മാരെ കൊണ്ടുവന്ന് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഫിറ്റ്നസ് പരിശോധനയുണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നാളത്തെ പൂരത്തിന് അണിനിരത്താൻ ഇവർ കഴിയുള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇരു വിഭാഗങ്ങളുടെയും ആനകളെത്തി അവയുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന, അതെ, ഈ കഴിഞ്ഞ തവണത്തെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇത്തവണ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ നോട്ടീസ് പതിപ്പിച്ച ആംബുലൻസുകൾ മാത്രമേ പൂരനഗറിലേക്ക് പ്രവേശിക്കാവൂ എന്ന നിർദ്ദേശങ്ങളൊക്കെ ഇത്തവണയുണ്ടല്ലോ. തീർച്ചയായിട്ടും അന്ന, കഴിഞ്ഞ തവണ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളുണ്ട്. ആ അസ്വാരസ്യങ്ങൾ പൂരത്തിൻ്റെ മാറ്റ് കുറച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആ മാറ്റ് കുറഞ്ഞ പൂരത്തിൻ്റെ ആ മാറ്റ് 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അന്ന പറഞ്ഞ പോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസുകൾക്ക് മാത്രമാണ് പൂര ദിവസം പൂരനഗരിയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റ് സ്വകാര്യ ആംബുലൻസുകൾക്കൊന്നും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. DMOയുടെ സർട്ടിഫൈ ചെയ്ത ആംബുലൻസുകൾ മാത്രമായിരിക്കും പൂര ദിവസം ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ മറ്റു പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതോ ആയിട്ടുള്ള ലഘുരേഖകൾ ഒരിക്കലും പൂരനഗരിയിൽ അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന കാര്യം കൃത്യമായി തന്നെ അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ പൂരം എന്ന് പറയുന്നത് പൂരപ്രേമിക്ക് എല്ലാ രീതിയിലും ആസ്വദിക്കാനുള്ളതാണ്. അതല്ലാതെ മറ്റേതെങ്കിലും ദുരുദ്ദേശമായി എത്തുന്നവർക്കുള്ളതല്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ സർക്കാർ ഇത്തവണ നൽകുന്നുണ്ട്. എന്തായാലും എല്ലാ അർത്ഥത്തിലും പൂരം മികവുറ്റതാക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ നമ്മൾ ഓരോന്നായി കാണുന്നുണ്ട്. എല്ലാം വളരെ എണ്ണയിട്ട യന്ത്രം പോലെ ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു, ചിട്ടയായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ മിടുക്ക് നമ്മുടെ ഈ നടത്തിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കാണാൻ കഴിയും. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന സമയത്താണെങ്കിലും ഇപ്പോഴൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൻ്റെ, പ്രവർത്തിക്കുന്നതിൻ്റെ, മിഷനറി കൃത്യമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു തന്നെ നമ്മൾ അറിയുന്നുണ്ട്. അന്ന.